നിങ്ങൾ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറി ആണല്ലോ, ഞങ്ങളുടെ കോഴിക്കോട്ടെ ജില്ലാ സെക്രട്ടറി ആണല്ലോ, CPM-ന്റെ മോഹനൻ. എന്താ പറയുക, ഒരു വ്യായാമ കൂട്ടായ്മ. കട്ടഞ്ചേരിയിൽ സമ്മേളനം നടക്കുന്ന സ്ഥലത്ത് പോലെ മനുഷ്യർ സമ്മേളിക്കും. സ്ത്രീകളുണ്ടാവും, കുട്ടികളുണ്ടാവും, പ്രായം നിന്നവരുണ്ടാവും. 21 മിനിറ്റ് ഞാൻ വ്യായാമം ചെയ്യാത്തതാണ്, ചെയ്തു തുടങ്ങാം. പക്ഷെ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ 21 മിനിറ്റാണ്. ഒരു ചെറിയ ഈർക്കിളി കമ്പ് പോലും മനുഷ്യരുടെ കയ്യിലില്ല. 21 മിനിറ്റ് ശ്വാസോച്ഛ്വാസം നിയന്ത്രിക്കുന്ന, നിന്നയിടത്ത് നിന്ന് ചെയ്യുന്ന എക്സർസൈസ്. പാതിര വെളുക്കത്തിലല്ല, ഇരുളിന്റെ മറവിലല്ല, ആയുധം കയ്യിലെത്തിക്കൊണ്ടല്ല, പിന്നെയോ പട്ടാപ്പകൽ ഈ നാട് കാണുക കയ്യിൽ ഒരു കറിക്കത്തി പോലും ഇല്ലാതെ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ലീഗും കോൺഗ്രസും CPM-ഉം ഒരുമിച്ച് നടത്തിയ എക്സർസൈസ്. അതിനെക്കുറിച്ച് വിദ്വാൻ പ്രസംഗിക്കണം. എന്താ പ്രസംഗിച്ചത്? ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് കേട്ടോ, ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇത് കേരളത്തെ ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാനുള്ള പോപ്പുലർ ഫ്രണ്ടിന്റെ പദ്ധതിയുടെ ഭാഗമാണ്. എന്ന് വെച്ചാൽ ഈ വന്നു നിന്ന മനുഷ്യരെ മുഴുവൻ പോപ്പുലർ ഫ്രണ്ടും തീവ്രവാദികളാണെന്ന് പറയണം. എന്ത് തെളിവുണ്ടായത്, എന്ത് സംഭവം ഉണ്ടായത്, ഞാൻ പഠിച്ചിട്ടാണ് പറയുന്നത് എന്നാണ് തള്ള. എന്തിനാണ് പറഞ്ഞത്? അവിടെ നിങ്ങൾ കണ്ടത് ഒരു പ്രത്യേക സമുദായത്തിൽപ്പെട്ട മനുഷ്യരാണ്. ജനം ടിവിയിലൊക്കെ വന്നിരുന്നിട്ട് ചോദിക്കാൻ വിജയരാഘവന്റെ മുദ്രാവാക്യം എടുത്തിട്ട് വിളിച്ചിട്ട് RSS ചോദിക്കാണ് കേരളത്തില്. അല്ലല്ലോ, കോഴിക്കോട്ട് മലപ്പുറത്ത് നടക്കുന്ന എങ്ങനെയാ മാപ്പിളമാരെ കൂടുതലുണ്ടാവുക? അത് നിങ്ങൾക്ക് കോഴിക്കോടിനെ അറിയാനില്ല, മലപ്പുറത്ത് അറിയാനില്ല. ഇവിടുത്തെ പള്ളിപ്പറമ്പിൽ മാത്രമല്ല സ്നേഹമുള്ളവരെ, ഇവിടുത്തെ ഉത്സവ പറമ്പിൽ പോയാലും അവിടെ നിൽക്കുന്ന തൊപ്പി വെച്ച മാപ്പിളയെ നിങ്ങൾ കാണും. അത് ഈ നാടിന്റെ പാരമ്പര്യമാണ്.